കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് സ്ത്രീകൾക്ക് 3 വലിയ സഹായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ അപേക്ഷിക്കേണ്ടുന്ന രീതി മുതൽ പണം തിരിച്ചടയ്ക്കുന്ന രീതി വരെ എല്ലാ കാര്യങ്ങളും നിയമവും ഉദാഹരണവും സഹിതം പറയുന്നുണ്ട്. ഈ വിവരങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലെ അമ്മയ്ക്കോ സഹോദരിക്കോ സുഹൃത്തിനോ ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്നാമതായി നമ്മൾ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി മുദ്ര യോജനയെ കുറിച്ചാണ്. ചെറുകിട ബിസിനസ്സുകൾക്ക് പണയം കൂടാതെ വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന ഈ പദ്ധതിയിലുണ്ട്. മുദ്ര വായ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പണയരഹിത വായ്പയാണെന്നതാണ്. അതായത് വീടോ സ്ഥലമോ സ്വർണമോ പണയം വെക്കാതെ തന്നെ ബാങ്കിൽ നിന്ന് പണം ലഭിക്കും. മുദ്ര വായ്പയെ സംരംഭത്തിന്റെ വലിപ്പമനുസരിച്ച് 4ആയി തിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് ശിശുഭാഗമാണ്. ഇതിൽ 50,000 രൂപ വരെ വായ്പ ലഭിക്കും. ഒരു ചെറുകിട കട, ടൈലറിംഗ്, ബ്യൂട്ടി പാർലർ, വീട്ടിൽ നിന്നുള്ള ഭക്ഷണ സംരംഭം തുടങ്ങാൻ ഈ തുക ഉപയോഗിക്കാം. രണ്ടാമത്തേത് കിഷോർ ഭാഗമാണ്. ഇതിൽ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. ഇതിനകം ഒരു ചെറിയ ബിസിനസ് ഉള്ളവരും അത് വലുതാക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഈ ഭാഗത്തിൽ വരുന്നത്. മൂന്നാമത്തേത് തരൺ ഭാഗമാണ്. ഇതിൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. നാലാമത്തേത് പുതുതായി ചേർത്ത തരൺ പ്ലസ് വിഭാഗമാണ്. ഇതിൽ 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വായ്പ ലഭിക്കും. ഇനി ഇതിൽ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് കാണാം. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും അപേക്ഷിക്കാം. സ്ത്രീകൾക്ക് പലിശയിൽ 0.25% ഇളവ് പല ബാങ്കുകളും നൽകുന്നുണ്ട്. വായ്പ കിട്ടാൻ ആദ്യം ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ബിസിനസ് ആണ് ചെയ്യാൻ പോകുന്നത്, അതിന് എത്ര മുതൽ മുടക്കണം, പ്രതിമാസം എത്ര വരുമാനം പ്രതീക്ഷിക്കുന്നു, എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നതിന്റെ വിശദമായ കുറിപ്പാണ്. ഈ ബിസിനസ് പ്ലാനുമായി ഏതെങ്കിലും പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ ബാങ്ക്, ചെറുകിട ധനകാര്യ ബാങ്ക്, NBFC എന്നിവയിൽ പോകാം. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ബിസിനസ് സ്ഥലത്തിന്റെ വാടക കരാർ എന്നിവയാണ് പ്രധാന രേഖകൾ. അപേക്ഷ ഓൺലൈനായി mutra.org.in എന്ന വെബ്സൈറ്റ് വഴിയും നൽകാം. വായ്പ അംഗീകരിച്ചാൽ 7 ദിവസത്തിനകം പണം അക്കൗണ്ടിലെത്തും. തിരിച്ചടവ് കാലാവധി 5 വർഷം വരെയാണ്. പ്രതിമാസം തുല്യ ഗഡുക്കളായി തിരിച്ചടയ്ക്കണം. മുദ്ര വായ്പയുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ കൂടി നോക്കാം. ഒന്ന്, വായ്പ കിട്ടിയത് കൊണ്ട് മാത്രം ബിസിനസ് വിജയിക്കില്ല, മറിച്ച് ബിസിനസ് ലാഭകരമായി കൊണ്ടുപോകുന്നതാണ് വിജയം. 2, ബാങ്കുകൾ സെക്യൂരിറ്റി ആവശ്യപ്പെടാൻ പാടില്ല. ആവശ്യപ്പെട്ടാൽ ഉടൻ RBIയുടെ ടോൾ ഫ്രീ നമ്പറിൽ പരാതി നൽകാം. മൂന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മുദ്ര ലോൺ 2 ലക്ഷം സൗജന്യമെന്ന രീതിയിൽ വരുന്ന വ്യാജ വാർത്തകളിൽ വീഴരുത്. മുദ്ര വായ്പ സൗജന്യമല്ല, തിരിച്ചടക്കേണ്ട വായ്പ തന്നെയാണ്. രണ്ടാമത്തെ പദ്ധതി PMEGP ആണ്. പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്നതിന്റെ ചുരുക്കപ്പേരാണിത്. പുതിയ മൈക്രോ സംരംഭങ്ങൾ തുടങ്ങാൻ ബാങ്ക് വായ്പയോടൊപ്പം കേന്ദ്ര സർക്കാർ നേരിട്ട് സബ്സിഡി നൽകുന്ന പദ്ധതിയാണിത്. സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഈ പദ്ധതിയിൽ കൂടുതൽ ആനുകൂല്യങ്ങളുണ്ട്. PMEGPയുടെ പ്രധാന പ്രത്യേകത മാർജിൻ മണി സബ്സിഡിയാണ്. ഒരു സംരംഭം തുടങ്ങാൻ ആകെ 10 ലക്ഷം രൂപ മുതൽ മുടക്കേണ്ടതുണ്ടെന്ന് കരുതുക. അതിൽ നിങ്ങൾ സ്വന്തമായി 5%, അതായത് 50,000 രൂപ നൽകണം. ബാക്കി 9.5 ലക്ഷം ബാങ്ക് വായ്പയായി കിട്ടും. ഈ 9.5 ലക്ഷത്തിൽ ഒരു ഭാഗം സർക്കാർ സബ്സിഡി തിരിച്ചടക്കേണ്ടതില്ല. ഗ്രാമപ്രദേശങ്ങളിൽ 35% വരെയും നഗരപ്രദേശങ്ങളിൽ 25% വരെയുമാണ് ഈ സബ്സിഡി. സ്ത്രീകൾ ഗ്രാമത്തിൽ സംരംഭം തുടങ്ങുകയാണെങ്കിൽ 10 ലക്ഷത്തിന്റെ 35%, അതായത് 3.5 ലക്ഷം രൂപ സർക്കാർ നേരിട്ട് ബാങ്കിന് കൊടുക്കും. നിങ്ങൾ തിരിച്ചടക്കേണ്ടത് 6 ലക്ഷം മാത്രമാണ്. PMEGPയിൽ അപേക്ഷിക്കാൻ ചില യോഗ്യതകളുണ്ട്. അപേക്ഷകന് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 10 ലക്ഷത്തിൽ കൂടുതൽ പ്രോജക്റ്റിന് 8ാം ക്ലാസ് വിദ്യാഭ്യാസം നിർബന്ധമാണ്. നേരത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി വായ്പ എടുത്തിട്ടുള്ളവർക്ക് അർഹതയില്ല. അപേക്ഷ ഓൺലൈനായി KVIC.online.government.in എന്ന പോർട്ടൽ വഴിയാണ് നൽകേണ്ടത്. അപേക്ഷയോടൊപ്പം പ്രോജക്ട് റിപ്പോർട്ട്, ആധാർ, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ നൽകിയ ശേഷം ജില്ലാ ടാക്സ് ഫോഴ്സ് കമ്മിറ്റി ഇന്റർവ്യൂ നടത്തും. അവിടെ ബിസിനസ് പ്ലാൻ വിശദമായി ചോദിക്കും. അംഗീകാരം കിട്ടിയാൽ ബാങ്കിൽ നിന്ന് വായ്പ അനുവദിക്കും. ബാങ്ക് ആദ്യഗഡു വിതരണം ചെയ്ത ഉടനെ സർക്കാർ സബ്സിഡി തുക ബാങ്കിന് നൽകും. 3 വർഷത്തേക്ക് ആ സംരംഭം അടച്ചുപൂട്ടാൻ പാടില്ല എന്നതാണ് ഒരു പ്രധാന നിബന്ധന.
PMEGPയിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ 35% സബ്സിഡി എല്ലാ സ്ത്രീകൾക്കും ലഭിക്കും. പ്രോജക്റ്റ് ചെലവ് 50 ലക്ഷം വരെ വ്യവസായത്തിനും 10 ലക്ഷം വരെ സേവന മേഖലയ്ക്കും അനുവദിക്കും. ഭക്ഷ്യസംരക്ഷണം, കരകൗശലം, തയ്യൽ, കമ്പ്യൂട്ടർ സെന്റർ, ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങി നിരവധി മേഖലകളിൽ PMEGP വായ്പ എടുക്കാം. മൂന്നാമത്തെ പദ്ധതി 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച ഷീ മാർട്ടാണ്. വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ സംവിധാനമാണിത്. കേരളത്തിൽ കുടുംബശ്രീ വഴി ലക്ഷക്കണക്കിന് സ്ത്രീകൾ അച്ചാറുപൊടി, കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സോപ്പ്, കൃഷി ഉൽപ്പന്നങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നല്ല വിപണി കിട്ടുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ഷീ മാർട്സ്. ഷീ മാർട്സിന്റെ കീഴിൽ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രത്യേക വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങും. ഈ കേന്ദ്രങ്ങളിൽ കുടുംബശ്രീയും മറ്റ് സ്വയം സഹായ സംഘങ്ങളും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരമായി കൗണ്ടർ ലഭിക്കും. സർക്കാർ തന്നെ ഈ ഉൽപ്പന്നങ്ങൾക്ക് പാക്കേജിംഗ്, ബ്രാൻഡിംഗ്, ഗുണനിലവാര പരിശോധന, ഓൺലൈൻ വിൽപ്പന എന്നിവയ്ക്ക് സഹായം നൽകും. ഉദാഹരണത്തിന്, ഒരു കുടുംബശ്രീ സംഘം നല്ല അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. ഷീ മാർട്സിൽ അവർക്ക് അച്ചാറിനൊരു ബ്രാൻഡ് നെയിം നൽകും, ലേബൽ ഡിസൈൻ ചെയ്യും, ഫസൈ ലൈസൻസ് എടുക്കാൻ സഹായിക്കും, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ ലിസ്റ്റ് ചെയ്യും. ഇതുവഴി വീട്ടമ്മമാരുടെ ഉൽപ്പന്നങ്ങൾക്ക് ദേശീയ, അന്തർദേശീയ വിപണി ലഭിക്കും. ഷീ മാർട്സിൽ അംഗമാകാൻ കുടുംബശ്രീ CDS വഴി അപേക്ഷ നൽകണം. സംഘത്തിന്റെ രജിസ്ട്രേഷൻ, ഉൽപ്പന്നത്തിന്റെ ലിസ്റ്റ്, വില എന്നിവ സമർപ്പിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന സംഘങ്ങൾക്ക് സർക്കാരിന്റെ പരിശീലനവും സാമ്പത്തിക സഹായവും ലഭിക്കും. 2026-27 വർഷത്തിൽ 1000 ഷീ മാർട്സ് കേന്ദ്രങ്ങൾ രാജ്യത്ത് തുടങ്ങാനാണ് ലക്ഷ്യം. കേരളത്തിൽ 12 ജില്ലകളിലും കുറഞ്ഞത് 2 കേന്ദ്രങ്ങളെങ്കിലും വരും. ഈ 3 പദ്ധതികളും ഉപയോഗപ്പെടുത്തുന്നതിന് മുമ്പ് ഓരോ സ്ത്രീയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ലളിതമായ ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കണം. എന്ത് വിൽക്കും, ആർക്ക് വിൽക്കും, എത്ര ലാഭം പ്രതീക്ഷിക്കുന്നു എന്നത് വ്യക്തമായി എഴുതണം. രണ്ടാമത്, വായ്പ എടുക്കുന്നത് എളുപ്പമാണ്, പക്ഷെ അത് തിരിച്ചടച്ച് ബിസിനസ് ലാഭത്തിൽ നടത്തുന്നതാണ് യഥാർത്ഥ വിജയം. മൂന്നാമത്തേത്, സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി മാത്രം അപേക്ഷിക്കുക. ഈ 3 പദ്ധതികളും ഒരുമിച്ച് ഉപയോഗിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ ഷീ മാർട്സിൽ രജിസ്റ്റർ ചെയ്ത് ഉൽപ്പന്നം വിൽക്കുകയും ഉൽപാദനം കൂട്ടാൻ PMEGP വഴി 5 ലക്ഷം വായ്പ എടുക്കുകയും അതിനു പുറമെ അടിയന്തര ആവശ്യത്തിന് മുദ്ര ശിശുവായ്പ 50,000 എടുക്കുകയും ചെയ്യാം. കേരളത്തിൽ ഈ പദ്ധതികളുടെ അപേക്ഷ സ്വീകരിക്കുന്നത് ജില്ലാ വ്യവസായ കേന്ദ്രം, കുടുംബശ്രീ മിഷൻ, എല്ലാ ബാങ്ക് ശാഖകൾ എന്നിവ വഴിയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 1800-180-111 എന്ന ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം. 2026 സ്ത്രീ സംരംഭകർക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. പണമില്ലാത്തത് കൊണ്ട് സ്വപ്നം ഉപേക്ഷിക്കേണ്ടതില്ല. മുദ്രാ വായ്പ വഴി പണയം കൂടാതെ പണം ലഭിക്കും. PMEGP വഴി 35% വരെ സബ്സിഡി ലഭിക്കും. ഷീ മാർട്സ് വഴി ഉൽപ്പന്നത്തിന് വിപണി ലഭിക്കും. ഈ 3 ഉപയോഗിച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വന്തമായി തൊഴിലും വരുമാനവും സൃഷ്ടിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും കുടുംബശ്രീ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യൂ. നിങ്ങളുടെ സംരംഭ ആശയങ്ങൾ കമന്റിൽ എഴുതൂ. അടുത്ത വീഡിയോയിൽ ബിസിനസ് പ്ലാൻ എങ്ങനെ എഴുതാമെന്ന് വിശദമായിട്ട് പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എല്ലാ സ്ത്രീകൾക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ. ഒരു സ്ത്രീ സമ്പാദിക്കുമ്പോൾ ഒരു കുടുംബം മുഴുവൻ ഉയരുന്നു. അതാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. നന്ദി, നമസ്കാരം.